ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടമായ വിലങ്ങാട് ജനതയ്ക്ക് വലിയ പ്രതീക്ഷയാണ് സംസ്ഥാന ബജറ്റിലെ വിലങ്ങാട് പാക്കേജ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണവും കാർഷിക മേഖലയുടെ പുനരുജ്ജീവനവും അടക്കം ലക്ഷ്യമിട്ട് 5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. സമാനതകളില്ലാത്ത ദുരന്തത്തിനാണ് 2024 ജൂലൈയിൽ വിലങ്ങാട് സാക്ഷ്യം വഹിച്ചത്. ഉരുൾപൊട്ടലിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. 21 വീടുകൾ പൂർണ്ണമായും തകർന്നു. നിരവധി വീടുകൾ താമസയോഗ്യമല്ലാതായി. കൃഷിഭൂമി ഒന്നടങ്കം ഒലിച്ചുപോയി. ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ്, മഞ്ഞച്ചീളി പാലം, വായാട് പാലം, വിലങ്ങാട് പാലം, പുഴയോര ഭിത്തി, വിലങ്ങാട് അങ്ങാടിയിലെ റോഡുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും തകർന്നു. മുൻ സർക്കാരിനോട് പല പ്രാവശ്യം നിവേദനങ്ങളുടെയും സമരത്തിലൂടെയും ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം തരണമെന്ന്. പക്ഷേ ഇതുവരെയും 1 രൂപ പോലും വിലങ്ങാട്ടെ വ്യാപാരികൾക്ക് കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇവിടെ നിരവധി മേഖലകൾ നന്നാവേണ്ടതായിട്ടുണ്ട്. റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, വ്യക്തിഗത ആനുകൂല്യം ലഭിക്കേണ്ട ആളുകളുണ്ട്, ബാങ്ക് വായ്പ എടുത്ത ആളുകളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് സമർപ്പിച്ച ഒരു പ്രപ്പോസലിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർക്കാർ ഇവിടെ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 വർഷമായിട്ടും വിലങ്ങാടിന്റെ പുനർനിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഉരുൾ ജീവനെടുത്ത റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കെ എ മാത്യുവിൻ്റെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരവും വീട് നഷ്ടമായവർക്കുള്ള ധനസഹായവും ഒഴിച്ചാൽ പശ്ചാത്തല വികസനത്തിന് ഒച്ചിൻ്റെ വേഗതയായിരുന്നു. പ്രതിപക്ഷ നേതാവായിരിക്കെ വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ച വിലങ്ങാട് പാക്കേജ് എന്ന നിർദ്ദേശം മുഖ്യമന്ത്രിയായി ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചതോടെ തകർന്നടിഞ്ഞ വിലങ്ങാടിനെ വേഗത്തിൽ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മീഡിയ 1 കോഴിക്കോട്.